We are studying the Word of God under the central theme behind the screen. നാം തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. For those who did not come yesterday, I will just briefly describe the topic. ഇന്നലെ കടന്നു വരാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കമായി വിഷയം ഒന്ന് പറയാം. In a drama, between scenes, the screen closes and opens. ഒരു നാടകത്തിനിടയിൽ അതിന്റെ ആ തിരശ്ശീല ഇടയ്ക്ക് അത് അടയുകയും അല്ലെങ്കിൽ അത് താഴുകയും പൊങ്ങുകയും ചെയ്യും. During that time, a narrator is addressing the audience while behind the screen, props are being changed, actors are changing their clothes, actors and actresses are changing their roles and so on. അതേസമയം ഈ ശ്രോതാക്കളെ ഒരു വ്യക്തി അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തിരശ്ശീലയ്ക്ക് പിറകിൽ നാടകത്തിന്റെ സീനുകൾ, അവിടെയുള്ള വസ്തുവകകളൊക്കെ മാറ്റുകയും അവിടെ അഭിനയിക്കുന്നവർ മാറുകയും അഭിനയിക്കുന്നവരുടെ വസ്ത്രം മാറുകയും ഒക്കെ ചെയ്യും. In the same way, in real life also, there are things that happen before the screen and things that happen behind the screen. അതുപോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിലും തിരശ്ശീലയ്ക്ക് മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്. In real life, in our personal life, in the world and in the kingdom of God, there are things that happen behind the screen, some of them good, some of them bad. നിത്യ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, അതുപോലെ ദൈവരാജ്യത്തിലും തിരശ്ശീലയ്ക്ക് മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അവയിൽ ചിലത് നല്ലതാകുന്നു, ചിലത് മോശവുമാകുന്നു. Yesterday we saw one such thing. നാം ഇന്നലെ അപ്രകാരമുള്ള ഒരു കാര്യം കണ്ടു. We all have screens in our hearts. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്കൊരു തിരശ്ശീലയുണ്ട്. And before the screen we present ourselves as one person, while behind the screen in actuality we are somebody else. ആ തിരശ്ശീലയ്ക്ക് മുമ്പിൽ നാം നമ്മെ തന്നെ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ നാം തന്നെ മറ്റൊരു വ്യക്തിയായിരിക്കുന്നു. So in reality, in effect, we are all good actors and actresses. വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ നാം എല്ലാവരും നല്ല അഭിനേതാക്കളും അഭിനേത്രികളുമാണ്. We know how to appear good before others, while in reality we are filthy behind the screen. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ എപ്രകാരം നന്നായിരിക്കണമെന്നറിയാം, അതേസമയം തന്നെ ആ തിരശ്ശീലയ്ക്ക് പിന്നിൽ നാം എല്ലാം അശുദ്ധരായിരിക്കുന്നു. That's why we all, every human being needs a savior. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നമുക്കും ഒരു രക്ഷകനെ ആവശ്യമായിരിക്കുന്നു. Before that savior we have to bring everything that is behind the screen before him. ആ രക്ഷകന്റെ മുമ്പാകെ, തിരശ്ശീലയ്ക്ക് പിന്നിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നാം അതിന് മുമ്പാകെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. That's why he that covereth his sins shall not prosper, but whoso confesseth and forsaketh them, he will find mercy. അതുകൊണ്ടാണ് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. Hiding sins behind the screen and acting good will prosper for some time, but in the long run it will be dangerous and it will send the man to hell. തിരശ്ശീലയ്ക്ക് പിന്നിൽ പാപം മറച്ചുകൊണ്ട് നല്ലവനായിട്ട് അഭിനയിക്കുന്നത് കുറച്ചു കാലത്തേന് നല്ലതായി തോന്നിയേക്കാം, എന്നാൽ അത് അവസാനം വരുമ്പോൾ, അല്ലെ കുറെ കാലം കഴിയുമ്പോൾ അത് അവന് നന്നായിരിക്കുകയില്ല എന്ന് മാത്രമല്ല, അവനെ നിത്യനരകത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. But the man who tells the truth before his savior, he will prosper. എന്നാൽ തന്റെ രക്ഷകന്റെ മുമ്പാകെ സത്യം ഏറ്റുപറയുന്ന മനുഷ്യന് അവന് ശുഭം വരും, അല്ലെങ്കിൽ അഭിവൃദ്ധി വരും. This evening, God willing, we will see two screens. ഇന്ന് സന്ധ്യാസമയം ദൈവം അനുവദിച്ചാൽ നമുക്ക് രണ്ട് തിരശ്ശീലകൾ കാണാം. One screen we read in Isaiah chapter 55 verses 8 and 9. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ ഒരു തിരശ്ശീല നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. For my thoughts are not your thoughts, neither are your ways my ways, saith the Lord. For as the heavens are higher than the earth, so are my ways higher than your ways, and my thoughts than your thoughts. This verse says that the way God thinks and the way God works are different from the way humans think and work. ഈ വാക്യം പറയുന്നത് ദൈവം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മനുഷ്യൻ ചിന്തിക്കുന്നതിൽ നിന്നും പ്രവർത്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. So in a sense there is a screen between God's understanding of things and our understanding of things. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം കാര്യങ്ങൾ, വസ്തുതകൾ മനസ്സിലാക്കുന്നതും നാം വസ്തുതകൾ മനസ്സിലാക്കുന്നതും അതിന്റെ മധ്യേ ഒരു തിരശ്ശീല ഉണ്ടായിരിക്കുന്നു. And the 9th verse says God's way of thinking and our way of thinking and reasoning are so vastly different that sometimes
we will misunderstand God. ദൈവത്തിന്റെ 9ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിചാരങ്ങളും അല്ലെ ചിന്തകളും നമ്മുടെ ചിന്തകളും വിചാരങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് ഒരുപക്ഷെ നാം ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നതിലേക്ക് വരെ എത്തിക്കുന്നു. So we sometimes think that God is unreasonable, but he's not unreasonable, he's beyond reason. ചിലപ്പോൾ നാം ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്ന ദൈവത്തിന് ബുദ്ധിയില്ല അല്ലെങ്കിൽ വിവരമില്ല എന്നൊക്കെയാണ്. പക്ഷേ വാസ്തവം പറഞ്ഞാൽ ദൈവം നമ്മുടെ ബുദ്ധിക്ക് എത്താത്തവനാണ്. അങ്ങനെയാണ് ആയിരിക്കുന്നത്. So God works in a dimension, in a realm that is far beyond our understanding. ദൈവം പ്രവർത്തിക്കുന്ന ആ മേഖല എന്ന് പറയുന്നത് നമ്മുടെ അറിവിന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് എത്രയോ അപ്പുറത്താണ്. There is a Chinese proverb which says, if you want to know what water is like, don't ask a fish. ചൈനീസ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ല് ഇപ്രകാരമുണ്ട്: വെള്ളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു മീനിനോട് മത്സ്യത്തോടല്ല ചോദിക്കേണ്ടത്. But you and I will go and ask a fish to know about water. എന്നാൽ വെള്ളത്തെ കുറിച്ച് അറിയേണ്ടതിന് ഞാനും നിങ്ങളും പോയി സ്വാഭാവികമായി ചോദിക്കുന്നത് ഒരു മത്സ്യത്തോടായിരിക്കും. Because a fish is born in water, lives in water and dies in water, the best person to ask is the fish. എന്തുകൊണ്ടെന്നാൽ ഒരു മത്സ്യം ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും വെള്ളത്തിലാണ്. അതുകൊണ്ട് വെള്ളത്തെ കുറിച്ച് അറിയാൻ ഏറ്റവും അറിയാവുന്നതും മീനായിരിക്കും. Then what is the meaning of that proverb? എന്നാൽ ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? A fish knows only water and nothing outside of water. ഒരു മത്സ്യത്തിന് വെള്ളം മാത്രമേ അറിയുള്ളൂ, വെള്ളത്തിന് പുറത്തുള്ള മറ്റൊന്നും അതിനറിയില്ല. A fish's view, a fish's world is water, restricted to water. ഒരു മത്സ്യത്തിന്റെ ദൃഷ്ടി അല്ലെങ്കിൽ അതിന്റെ ജീവിതം അത് വെള്ളത്തിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. But if you ask a human being, he knows water, he knows land and he knows air. He will give you a better description of water. എന്നാൽ ഒരു മനുഷ്യനോട് നാം ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വെള്ളം അറിയാം, കരയറിയാം, വായുവും അറിയാം. അതുകൊണ്ട് വെള്ളത്തെക്കുറിച്ച് ഒരു നല്ല വിശദീകരണം അവന് നൽകുവാൻ കഴിയും. In the same way, when we live in this world of five senses, our view and our understanding is restricted. നാം ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയും അല്ല നാം കാണുന്നതും നാം മനസ്സിലാക്കുന്നതും അതിന് പരിധികളുണ്ട്. But God works in a realm that is beyond the five senses. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്ന മേഖല എന്നുള്ളത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്ക് പുറത്താണ്. So he knows better than we do. അതുകൊണ്ട് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിനറിയാം. So when his ways and his way of working is beyond us, we should learn to trust him. ദൈവത്തിന്റെ ചിന്തകളും ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങളും അതിന് പുറത്തായിരിക്കുമ്പോൾ നാം അവനെ വിശ്വസിക്കുവാൻ അല്ലെ അവനിൽ ആശ്രയിക്കുവാൻ നാം പഠിക്കണം. So when you see the way God working, sometimes when we are restricted in this world of five senses, before the screen God will appear evil. നാം ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തില് നാം പരിധികൾക്കുള്ളിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് ദൈവം ഒരു ദുഷ്ടനായി നമുക്ക് തോന്നുവാൻ ഇടയാകും. God will appear to be a very cruel and a hard-hearted God. ദൈവം ഒരു ക്രൂരനായി അല്ലെ കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിയായി നമുക്ക് തോന്നും. But if you know God, you will be able to look behind the screen and look at a very loving and understanding God. എന്നാൽ നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നുവെങ്കിൽ ആ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് നിങ്ങൾക്ക് നോക്കുവാനും വളരെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവത്തെ മനസ്സിലാക്കുവാനും കഴിയും. So we must learn from the light of the word of God to understand God's wisdom and get into the screen and see what he is actually doing. നാം ദൈവവചനത്തിൽ നിന്നും ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കി ആ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് ചെന്ന് ദൈവം യഥാർത്ഥത്തിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. Job went through a terrible path in his life. ഇയ്യോബ് തന്റെ ജീവിതത്തിൽ ഭയാനകമായ ഒരു വഴിയിലൂടെ കടന്നുപോയി. He suffered more than all of us. നമ്മെ എല്ലാവരെക്കാൾ അധികമായി അവൻ കഷ്ടം അനുഭവിച്ചു. He went through such a terrible path that he said, I look before me and he's not there. I look behind me, he's not there. I look everywhere, he's not there. But he knoweth the way that I take. ഇയ്യോബ് താൻ പോയ പാതയുടെ കാഠിന്യ നിമിത്തം ഇപ്രകാരം പറയുകയാണ്: ഞാൻ എന്റെ മുമ്പിൽ അവനെ അന്വേഷിച്ചു, കണ്ടില്ല, പിന്നിലും നോക്കി അവനെ കണ്ടില്ല, ഞാൻ അവനെ കാണുന്നില്ല എങ്കിൽ തന്നെയും അവൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നു. So he did not understand God fully. He could not see the whole picture, but still he learned to trust God. തനിക്ക് ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ആ ചിത്രത്തിലുള്ളത് മുഴുവനും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവൻ ദൈവത്തെ ആശ്രയിക്കുവാൻ അഭ്യസിച്ചു. So though God seems to be hidden behind the screen, though you don't understand what God is doing behind the screen,
we on the other side must learn to trust him. ദൈവം തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയാലും ദൈവം അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയാലും നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിക്കണം. If you turn to 1 Corinthians chapter 2, 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ there St. Paul says we have to, only spiritual people can understand God's mind. ദൈവത്തിന്റെ മനസ്സ് ആത്മീയർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. Read verse 14. 14-ാം വാക്യം വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. But the natural man receiveth not the things of the Spirit of God, for they are foolishness unto him, neither can he know them, because they are spiritually discerned. So to a carnal man, to a natural man who lives in this world of five senses and depends on his human reasonings, he will call God a fool and a Christian a fool. The Bible is foolishness and so on. ഒരു പഞ്ചേന്ദ്രിയങ്ങളുടെ ജ്ഞാനത്തിനനുസരിച്ച് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന് ദൈവം ഒരു ഭോഷത്വമാണ്, ബൈബിൾ ഒരു ഭോഷത്വമാണ്, ക്രിസ്ത്യാനികളെല്ലാം വിഡ്ഢികളുമാണ്. But to a spiritual man, എന്നാൽ ഒരു ആത്മീക മനുഷ്യനോ, his life though full of questions is interesting because he has spiritual discernment. തന്റെ ജീവിതത്തിൽ അനേക ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും തനിക്ക് ആത്മീകമായി വിവേചിക്കുവാൻ കഴിയുന്നത് കൊണ്ട് അത് ആസ്വാദ്യകരമാകുന്നു. I know of a pastor. എനിക്കൊരു പാസ്റ്ററിനെ അറിയാം. Belongs to another church. മറ്റൊരു സഭയിൽ ഉൾപ്പെട്ടതാണ്. In America, his daughter was studying in a school. അമേരിക്കയിൽ തന്റെ മകൾ ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു. She was a devoted Christian. താൻ വളരെ ഭക്തിയുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു. Because she expressed her belief in God, താൻ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതുകൊണ്ട് some young boys who believed in the theory of evolution, പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന ചില യൗവനക്കാരായ ആൺകുട്ടികൾ, and they did not believe in the existence of God, ദൈവത്തിന്റെ അസ്തിത്വത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. they started arguments with her. തന്നോട് ഇവർ വാദിക്കുവാൻ തുടങ്ങി. One day they came in the year 1999, they came with a gun to the school and shot her dead. 1999 ഇവർ ഒരു തോക്കുമായി വന്ന് ഈ പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു. So they asked her, do you believe in God? അവളോട് ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? With the gun in the hand. അവരുടെ കയ്യിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് She said yes. താൻ പറഞ്ഞു യെസ്, അതെ എന്ന്. And they asked why? അവർ ചോദിച്ചു എന്തുകൊണ്ട്? Before she could give an answer, they shot her. തനിക്കൊരു ഉത്തരം നൽകുവാൻ കഴിയുന്നതിന് മുമ്പ് അവളെ വെടിവെച്ചു. So when the father, who was a pastor, lost his daughter, അവളുടെ പിതാവ്, താൻ ഒരു പാസ്റ്റർ ആയിരുന്നു, തനിക്ക് തന്റെ മകളെ നഷ്ടപ്പെട്ടപ്പോൾ some people who lived in the world of five senses asked him a question. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ലോകത്തിൽ ജീവിച്ചിരുന്ന ചില മനുഷ്യർ തന്നോടൊരു ചോദ്യം ചോദിച്ചു. Where was your God when those boys shot your daughter? ആ ആൺകുട്ടികൾ നിങ്ങളുടെ മകളെ വെടിവെച്ചപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയിരുന്നു? His answer was, he was in the same place where he was when they crucified his son. തന്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു, തന്റെ മകനെ അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ചപ്പോൾ ദൈവം എവിടെയായിരുന്നോ അതേ സ്ഥാനത്ത് തന്നെ ആയിരുന്നു. Those men, see, look at his understanding and look at those men's understanding who questioned him. താന് കാര്യങ്ങൾ മനസ്സിലാക്കിയതും തന്നോട് ചോദ്യം ചോദിച്ചവർ കാര്യങ്ങൾ മനസ്സിലാക്കിയതും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. Because of his knowledge of God, he was able to look beyond the world of five senses and see his daughter lying in a pool and still be a witness for God, a pool of blood, and still be a witness of God. തനിക്ക് ആ ദൈവത്തെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നത് കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുടെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് തനിക്ക് നോക്കുവാൻ കഴിഞ്ഞതുകൊണ്ട്, തന്റെ മകൾ ഒരു രക്തക്കുളത്തിൽ കിടക്കുമ്പോൾ, രക്തം വാർന്നൊഴുകി കിടക്കുന്ന സമയത്ത് തനിക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നു. It was at that time that God spoke to him. ആ സമയത്താണ് ദൈവം തന്നോട് സംസാരിച്ചത്. Through Luke chapter 11. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം and verse 11, 12 and 13. 11, 12, 13 വാക്യങ്ങൾ. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. If a son shall ask bread of any of you that is a father, will he give him a stone? Or if he asks a fish, will he give for a fish him give a serpent?
Or if he shall ask an egg, will he offer him a scorpion? If ye then, being evil, know how to give good gifts unto your children, how much more shall your heavenly Father give the Holy Spirit to them that ask him? Yeah,